ഔഷധ സസ്യങ്ങളുടെ അത്ഭുത കലവറ ഹെബ്സ് ഓഫ് ഹജ ദർവേഷിലേക്ക് സ്വാഗതം. വലിപ്പത്തിൽ ചെറുതും ഗുണത്തിൽ വളരെ വലുതുമായ ഔഷധമായി ഉപയോഗിക്കുന്ന 10 കേരളീയ നാട്ടുചെടികളാണ് ദശപുഷ്പങ്ങൾ. പൂക്കളെന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഇവയുടെ ഇലകൾക്കാണ് പ്രാധാന്യം. കേരളത്തിലെ തൊടികളിലെങ്ങും കാണുന്ന ഈ 10 ചെടികൾക്കും നാട്ടുവൈദ്യത്തിലും ആയുർവേദ ചികിത്സയിലും വളരെ പ്രാധാന്യമുണ്ട്. അതുപോലെ ഇവയെല്ലാം മംഗളകാരികളായ ചെടികളെന്നാണ് വിശ്വാസം. ഹൈന്ദവ ദേവപൂജയ്ക്കും സ്ത്രീകൾക്ക് തലയിൽ ചൂടുവാനും ദശപുഷ്പങ്ങൾ ഉപയോഗിക്കുന്നു. വിഷ്ണുക്രാന്തി, കറുക, മുയൽ ചെവിയൻ, തിരുതാളി, ചെറുള, നിലപ്പന, കയ്യോന്നി, പൂവാങ്കുറുന്തൽ, മുക്കുറ്റി, ഒയിഞ്ഞ ഇവയെല്ലാമാണ് ആ 10 ചെടികൾ. ഇന്ദ്രവല്ലി, കേശരാജ, ഭാർഗവി, ഹരികോന്തിജം, ഭദ്ര, ജലപുഷ്പ, സംഭാരി, സഹദേവി, ലക്ഷ്മണ, താലപത്രിക എന്നിങ്ങനെ സംസ്കൃത നാമങ്ങളുമുണ്ട്. കർക്കിടക മാസത്തിൽ ദശപുഷ്പം ചൂടുന്നത് രോഗശമനത്തിനും പാപപരിഹാരത്തിനും നല്ലതാണെന്നാണ് ഹൈന്ദവർക്കിടയിലുള്ള വിശ്വാസം. കർക്കിടക കഞ്ഞിയിൽ ദശപുഷ്പങ്ങൾ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ്. കർക്കിടകത്തിൽ ശിവോദിക്ക് വെക്കുന്നതിലും ദശപുഷ്പങ്ങൾ പ്രധാന ഇനമാണ്. ഹൈന്ദവ ഉത്സവ ദിനമായ ധനുമാസത്തിലെ തിരുവാതിര നാളിൽ സ്ത്രീകൾ ഉപവാസമനുഷ്ഠിച്ച ശേഷം പാതിരാവിൽ കുളിക്കുന്നതിന് മുമ്പ് ദശപുഷ്പം ചൂടുന്നു. തിരുവാതിര ദിവസം സുമംഗലികൾ തലയിൽ ചൂടുന്നു. തിരുവാതിര വ്രതകാലത്ത് ഐശ്വര്യത്തിനും ഭർത്താവിൻ്റെ ആയുരാരോഗ്യത്തിനും വേണ്ടിയാണ് സ്ത്രീകൾ ദശപുഷ്പം ചൂടുന്നത്. കറുക, ചെറുള എന്നിവ ഹൈന്ദവ ആചാരപ്രകാരം മരണാന്തര ക്രിയകളായ ബലിതർപ്പണ കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്നു. സുഖചികിത്സയുടെ കാലമായ കർക്കിടക മാസത്തിൽ ദശപുഷ്പങ്ങളാണ് പ്രധാനമായും ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. ദശപുഷ്പങ്ങൾ ഓരോന്നിൻ്റെയും ഔഷധ ഗുണത്തെയും മറ്റു പേരുകളെയും അല്പം പരിചയപ്പെടാം. തിരുതാളി ഇന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും കാണപ്പെടുന്നു. വന്ധ്യത, പിത്തരോഗങ്ങൾ എന്നിവയ്ക്ക് തിരുതാളി മരുന്നാണ്. നിലപ്പന ആയുർവേദം ഇത് വശീകരണത്തിന് ഉപയോഗപ്പെടുത്തുന്നു. മഞ്ഞപ്പിത്തത്തിന് മരുന്നായും ഇത് ഉപയോഗിക്കുന്നു. ആർത്തവ സംബന്ധമായ രോഗങ്ങൾക്കും വേദന, അമിത രക്തസ്രാവം മുതലായവയ്ക്കും അത്യുത്തമം. യോനി രോഗങ്ങൾക്കും മൂത്രച്ചുടിച്ചിലിനും നല്ല ഔഷധമാണ്. താലമൂലി, താലപത്രിക, വരാഹി എന്നീ പേരുകളിൽ സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന ഈ സസ്യത്തിന് ഹിന്ദിയിൽ മുസ്ലി എന്നാണ് പേര്. പൂവാങ്കുരുന്ന് ശരീരതാപം കുറയ്ക്കുവാനും മൂത്രപ്രവാഹം സുഗമമാക്കുവാനും വിഷം കളയുന്നതിനും രക്തശുദ്ധിക്കും നല്ലത്. രക്തശുദ്ധീകരണം, പനി, തേൾവിഷം എന്നിവയ്ക്ക് ഔഷധമാണ്. പൂവാങ്കുറുന്തൽ എന്ന് പേരുണ്ട്. സംസ്കൃതത്തിൽ സഹദേവി എന്നാണ് പൂവാൻകുരുന്ന് അറിയപ്പെടുന്നത്. ഒയിഞ്ഞ മുടികൊഴിച്ചിൽ, നീര്, വാതം, പനി എന്നിവയ്ക്ക് പ്രതിവിധിയാണ്. സുഖപ്രസവത്തിന് ഉത്തമം. സംസ്കൃത നാമം ഇന്ദ്രവല്ലി. മുക്കുറ്റി ശരീരത്തിനകത്തെ രക്തസ്രാവം, അർഷ്യസ് മുതലായവയ്ക്ക് അത്യുത്തമം. പ്രസവം കഴിഞ്ഞാൽ മുക്കുറ്റി ഇടിച്ചു പിഴിഞ്ഞ നീര് കഴിക്കുന്നത് നല്ലതാണ്. മുറിവുകൾ ഉണങ്ങുന്നതിന് പുറത്ത് ലേപനമായി ഉപയോഗിക്കാം. അകത്തു കഴിക്കുകയും ചെയ്യാം. സമൂലം തേനിൽ ചേർത്തു കഴിച്ചാൽ ചുമ, കഫക്കെട്ട് മുതലായവ ശമിക്കും. വയറിളക്കം, വ്രണങ്ങൾ കരിയുന്നതിന് എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നു. ജലപുഷ്പം എന്നാണ് സംസ്കൃത നാമം. കയ്യോന്നി ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ തഴച്ചു വളരുന്ന ഈ സസ്യം കാഴ്ച ശക്തി വർദ്ധിപ്പിക്കാനും ഉപകരിക്കും. വാദസംബന്ധമായ സർവ്വരോഗങ്ങൾക്കും അത്യുത്തമം. മുടി തഴച്ചു വളരാൻ എണ്ണ കാച്ചി ഉപയോഗിക്കാം. കാഴ്ചവർദ്ധന, കഫരോഗ ശമനത്തിന് ഫലപ്രദം. കേശരാജ എന്നാണ് സംസ്കൃത നാമം. ചെറുള
ശരീരത്തിലെ വിഷാംശങ്ങളെ പുറത്തു കളയുന്നതിനും വൃക്കരോഗങ്ങൾ തടയുന്നതിനും ഫലപ്രദം. രക്തസ്രാവം, കൃമിശല്യം, മൂത്രക്കല്ല് എന്നിവയ്ക്ക് ഉത്തമം. മൂത്രാശയ രോഗങ്ങൾക്ക് മരുന്നായി ഉപയോഗിക്കുന്നു. സംസ്കൃതത്തിൽ ഭദ്ര എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. മുയൽ ചെവിയൻ. മുയലിന്റെ ചെവിയോട് സാദൃശ്യമുള്ള ഇലകളുള്ളതിനാലാണ് ഈ പേര് വീണത്. തൊണ്ട സംബന്ധമായ സർവ്വരോഗങ്ങൾക്കും നല്ലത്. നേത്രക്കുളിർമയ്ക്കും രക്താർശസ് കുറയ്ക്കുന്നതിനും ഫലപ്രദം. നേത്രരോഗങ്ങൾ, ടോൺസിലൈറ്റ്സ്, പനി തുടങ്ങിയ രോഗങ്ങൾക്ക് ഔഷധമാണ്. സംഭാരി എന്നാണ് സംസ്കൃത നാമം. വിഷ്ണുക്രാന്തി. നിലം പറ്റി വളരുന്ന ഒരു സസ്യമാണ് വിഷ്ണുക്രാന്തി. പിത്തഹരമായ ഒരു ഔഷധിയാണ്. പൊതുവായി സ്ത്രീകളുടെ ശരീരപുഷ്ടിക്കും ഗർഭരക്ഷയ്ക്കും ഉപയോഗിക്കുന്നു. ഓർമ്മക്കുറവ്, ജ്വരം, ആസ്മ, ബാലനര, മുടികൊഴിച്ചിൽ മുതലായവയ്ക്ക് പ്രത്യ ഔഷധമായി ഉപയോഗിക്കുന്നു. ഇടവിട്ടുണ്ടാകുന്ന പനിക്കു വിഷ്ണുക്രാന്തി സമൂലം പശുവിൻ പാല് കറന്നെടുത്ത ഉടനെ അരച്ചു കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ നീര് നെയ്യും ചേർത്ത് കഴിച്ചാൽ ഓർമ്മശക്തിക്ക് നല്ലതാണ്. ഇതിൻ്റെ നീര് തേനിൽ കഴിച്ചാൽ കുടലിൽ ഉണ്ടാകുന്ന അൾസർ മാറിക്കിട്ടും. കറുക. നാട്ടിൻപുറങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യമാണ് കറുക അഥവാ ദർഭപ്പുല്ല്. പൊക്കം കുറഞ്ഞ സസ്യമാണ്. നിലം പറ്റി വളരുന്ന കറുക സമൂലം ഔഷധ യോഗ്യമാണ്. പുൽത്തകിടി ഉണ്ടാക്കാനും കറുക ഉപയോഗിക്കുന്നു. ഇത് ആയുർവേദത്തിൽ ഔഷധമായും ഹൈന്ദവ ആചാരങ്ങളിൽ പൂജയ്ക്കായും ഉപയോഗിക്കുന്നു. മസ്തിഷ്ക രോഗങ്ങൾക്ക് ശമനം നൽകാൻ കഴിവുള്ള ഒരു ഔഷധമാണ് കറുക. കഫപിത്ത രോഗങ്ങളെ ശമിപ്പിക്കുന്നു. കറുകപ്പുല്ല് സമൂലം ഉണക്കിപ്പൊടിച്ച് നസ്യം ചെയ്യുന്നത് മൂക്കിൽ കൂടി രക്തം വരുന്നത് ഇല്ലാതാക്കും. അതുപോലെ വ്രണങ്ങളിൽ നിന്നും രക്തം വരുന്നതിന് കറുക അരച്ചു കെട്ടിയാൽ രക്തസ്രാവം ഉടനെ നിൽക്കും. കറുക നീര് ചേർത്ത് എണ്ണ കാച്ചി തേച്ചാൽ എലിവിഷം മൂലമുള്ള ഉപദ്രവങ്ങളെ ഇല്ലാതാക്കും. ഇതുപോലുള്ള ഒട്ടനവധി അത്ഭുത സസ്യങ്ങളുടെ ഉപയോഗങ്ങളും ഗുണങ്ങളുമായി വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയുമായി. താങ്ക് യു സോ മച്ച്.